കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഏകമകന്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് മനസ്സമാധാനത്തോടെ എനിക്കോ അവൾക്കോ ഇവിടം വിട്ടു പോകാൻ കഴിയുമോ? ഒരു അനാഥനെ പോലെ നരേന്ദ്രനും ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരില്ലേ? ഇന്നത്തെ കാലത്ത് അതിനൊക്കെ പ്രതിവിധികളുണ്ടല്ലോ. അറിയാം, കുറുക്ക് വഴികൾ ഒരുപാടുണ്ട്. കുറവ് നരേന്ദ്രന്റെ ഭാഗത്തല്ല, അതോർക്കണം. എന്ത് മാർഗം സ്വീകരിച്ചാലും പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ രാധികയ്ക്കുള്ള പോരായ്മ ഡോക്ടേഴ്സായ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലും തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലെ രാധികയ്ക്ക് അതിനെ സ്നേഹിക്കാൻ പറ്റൂ? രക്തബന്ധത്തിന്റെ ഊറ്റത്തോടെ അതിനെ ഒന്ന് ചേർത്തണയ്ക്കാൻ നരേന്ദ്രന് കഴിയുമോ? ഇരുവർക്കും അങ്ങനെ കഴിയുമെന്ന് പരസ്പരം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ തന്നെ തിരിച്ചറിവിന്റെ കാലം മുതൽ ആ കുട്ടിയുടെ മനസ്സിൽ അപകർഷതയുടെയും അനാഥത്വത്തിന്റെയും ചിന്തകൾ പിടിമുറുക്കും. പിന്നെ 3 പേരും ജീവിതകാലം മുഴുവൻ അഭിനയിക്കേണ്ടി വരും, മരണം വരെ. എന്തിനങ്ങനെ ഒരു മാനസിക പീഡനം സഹിക്കണം? ഒഴിയാനും ഒഴിവാക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെയായിരിക്കും പിന്നീട് അവരുടെ ജീവിതം. ഇതൊക്കെ അങ്കിള് കണ്ടെത്തുന്ന ഓരോ ന്യായീകരണങ്ങളല്ലേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. കാലത്തിനെ കൂട്ടുപിടിക്കുന്നത് പലതും മറയ്ക്കാനും മറക്കാനുമാണ്. കൂട്ടുകുടുംബത്തിൽ ജീവിച്ചവർക്ക് ബന്ധങ്ങളുടെ ആഴവും പരപ്പും അറിയാം. ഇന്നില്ലാതെ പോകുന്നതും അതുതന്നെയാണ്. മരണം വരെ ജീവിക്കണമെന്നല്ലാതെ മനുഷ്യനായി ജീവിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? എനിക്കും അതിന് കഴിയുന്നില്ല. അതുകൊണ്ടാ എന്റെ തീരുമാനങ്ങൾ ഇങ്ങനെയാകുന്നത്. നരേന്ദ്രന് മറ്റൊരു വിവാഹം, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിനൊരു മാറ്റമുണ്ടാവില്ല. രാധിക, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഒരു മനുഷ്യ സ്ത്രീയല്ലേ ഞാനും. അഭിമാനം എന്നൊന്ന് എനിക്കുമില്ലേ? കരഞ്ഞപേക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോയവളാ ഞാൻ. വയ്യ, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാനിത് സഹിക്കുന്നു. ഇനി എനിക്കതിന് കഴിയില്ല. കഴിയണം, കഴിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് നിന്റെ ജീവിതമാ. എന്ത് പറഞ്ഞ് ഞാൻ ഇനി പിടിച്ചു നിൽക്കണം? അല്ലെങ്കിൽ തന്നെ പറയാൻ ഇനി എന്തുണ്ട് ബാക്കി? പറഞ്ഞൊന്നും ഇനി ആവർത്തിക്കാനും പോകണ്ട. പറയാനുള്ള ന്യായം ഇപ്പൊ നിന്റെ മുന്നിലുണ്ട്. നരേന്ദ്രൻ സ്ഥലത്തില്ല എന്നുള്ള ന്യായം. അയാൾ വരട്ടെ. ഡിവോഴ്സിന് നിന്നോട് ആവശ്യപ്പെടേണ്ടത് നരേന്ദ്രന്റെ അച്ഛനല്ല, നരേന്ദ്രനാ. അത് നിന്നോട് അയാൾ ആവശ്യപ്പെടട്ടെ.
നരേന്ദ്രൻ അങ്ങനെ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു നീ ഇതിൽ ഒപ്പിട്ട് കൊടുക്കണം? എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടാണോ നീ സൈൻ ചെയ്ത് കൊടുത്തതെന്ന് നാളെ നരേന്ദ്രൻ നിന്നോട് ചോദിച്ചാൽ നീ എന്ന് മറുപടി പറയും? ഒപ്പിട്ട് കൊടുക്കരുതെന്നും നരേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഒപ്പിട്ട് കൊടുക്കണമെന്നല്ല. എന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണെന്നാ നരേട്ടൻ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? വേർപിരിയണമെന്ന് തന്നെയാ. അത് അച്ഛനോടല്ല, നിന്നോടാ നരേന്ദ്രൻ പറയേണ്ടത്. നീ സ്വയം തീരുമാനമെടുത്ത് സൈൻ ചെയ്താൽ നരേന്ദ്രൻ നിന്നെ പഴിചാരും. അതായിരിക്കും നരേന്ദ്രൻ കണ്ട ബുദ്ധി. എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇന്ന് രാവിലെ കൂടി എന്നെ വിളിച്ചപ്പോഴും ഇതേ പറ്റിയൊന്നും ഒരക്ഷരം എന്നോട് സംസാരിച്ചില്ല. നിനക്ക് അങ്ങോട്ട് ചോദിക്കാമായിരുന്നില്ലേ? എന്തിനു ചോദിക്കണം? ഇന്ന് അച്ഛൻ വരൂന്നുള്ള കാര്യം നരേട്ടന് അറിയാവുന്നതല്ലേ? സൈൻ ചെയ്തത് ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ നീ ഇത് കൊടുക്കണ്ട. നരേന്ദ്രൻ വന്നിട്ട് സൈൻ ചെയ്തു തരാമെന്ന് നീ പറഞ്ഞതായി ഞാൻ അദ്ദേഹത്തോട് പറയാം. വേണ്ട, ഇതെന്നെ പിടിച്ച് ഏൽപ്പിച്ചതല്ല, ഞാൻ കൈനീട്ടി വാങ്ങിയതാ. അങ്ങനെ ചെയ്യാനുള്ള കെണി നരേന്ദ്രന്റെ അച്ഛൻ നിന്റെ മുന്നിലേക്ക് ഇട്ടു തന്നു. അതല്ലേ സംഭവിച്ചത്? എനിക്കിനി ഇങ്ങനെ അപമാനം സഹിച്ച് ജീവിക്കാൻ വയ്യ. ഞാനിത് കൊടുക്കാൻ പോവാ. കൊടുക്കാൻ വരട്ടെ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാ ഇത്. ഇനി ഒരു ആലോചനയുടെ ആവശ്യമില്ല. പിന്നെ എന്തിനിത് വെച്ച് താമസിപ്പിക്കണം? നീ ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ദേ, വെറുമൊരു ബന്ധമല്ല അവിടെ മുറിയുന്നത്. നീണ്ട 15 വർഷത്തെ ദാമ്പത്യം അവിടെ പൊട്ടി വീഴുന്നത്. നരേന്ദ്രന് മറ്റൊരു ജീവിതം കിട്ടും. നിനക്കോ? നിനക്കൊരിക്കലും ഇനിയൊരു നല്ല ദാമ്പത്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നരേട്ടന്റെ മുന്നിൽ വഴിമുട്ടി നിൽക്കണോ? എന്നേക്കുമായി അങ്ങനെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല. അല്പം കൂടി കാത്തിരുന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. ഇപ്പൊ നിന്റെ ഉള്ളിൽ ജീവന്റെ തുടിപ്പുണ്ട്. അതിനുവേണ്ടി നിനക്ക് കുറച്ചുകൂടി ക്ഷമിച്ചൂടെ? എന്തുറപ്പാ അതിനുള്ളത്? ഇതെന്റെ ചോദ്യമല്ല, നരേട്ടന്റെ അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യമാ. അങ്ങനൊരു ഉറപ്പ് എനിക്ക് തരാൻ ചേച്ചിക്ക് കഴിയുമോ? അതാർക്കും കഴിയില്ല. വിശ്വസിക്കണം. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഫലം ഈശ്വരനായിരിക്കും തരുന്നത്. ഈശ്വരനല്ല, ഇപ്പം മറുപടി കൊടുക്കേണ്ടത് ഞാനാ. അതിന് കഴിയാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ. നീയും നരേന്ദ്രനും തമ്മിലുള്ള ബന്ധം അവസാനിക്കും. നരേന്ദ്രൻ മറ്റൊരു വിവാഹവും കഴിക്കും. നീ ജീവനുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അപ്പൊ നീ എന്ത് ചെയ്യും? ഫേറ്റ് അങ്ങനെ കരുതും ഞാൻ. പറയാൻ എളുപ്പാ. അങ്ങനെ സംഭവിക്കുമ്പോഴേ അതിന്റെ വില നിനക്ക് മനസ്സിലാവും. സങ്കടപ്പെടില്ല, അവകാശം പറഞ്ഞു പോവുകയില്ല. എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ ജീവിക്കും, സന്തോഷത്തോടെ, അഭിമാനത്തോടെ. സൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്നോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് കരുതരുത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും കാണാതിരിക്കാൻ എനിക്കാവുന്നില്ല. എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല, അമ്മയോടും. എന്നെക്കുറിച്ച് മാത്രമേ ഞാൻ കൂടുതൽ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. നരേട്ടൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു പാഴ് ജന്മം. അത് ബോധ്യപ്പെടാൻ ഇത്രയും കാലം വേണ്ടി വന്നു.
വഴിമാറുക. ഒരു തടസ്സമായി ഒരിക്കലും ഞാൻ ഇനി നിൽക്കില്ല. എന്തു പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനുള്ള അർഹതയും എനിക്കില്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അച്ഛൻ തെറ്റ് ചെയ്തെന്ന് ഒരിക്കലും ഞാൻ കരുതില്ല. ജീവിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ പിടഞ്ഞപ്പോൾ പിന്നെയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. സ്വാർത്ഥതയെന്ന് വേണമെങ്കിൽ പറയാം, കുറ്റപ്പെടുത്താം. ഞാനിറങ്ങട്ടെ. ചന്ദ്രമതി സുഖമില്ലാതിരിക്കുകയല്ലേ. തനിച്ചാവുമ്പോ വല്ലാതെ ബുദ്ധിമുട്ടും. അച്ഛൻ വന്നിട്ടൊന്നും കഴിച്ചില്ല. ഊണ് കഴിച്ചിട്ട് പോകാം. വേണ്ട, വിശപ്പില്ല. അമ്മയോട് അന്വേഷണം പറയണം. ഉം. എന്നെ വെറുക്കരുതെന്നും. അമ്മയെ കാണാൻ വല്ലപ്പോഴും ഞാൻ വരും. അവകാശമില്ലെങ്കിലും നിഷേധിക്കരുതെന്ന് അമ്മയോട് പറയണം. ഞാൻ ഇറങ്ങുന്നു. വാര്യർ സാർ ഇപ്പോഴേ അങ്ങോട്ട് ഇറങ്ങിയത്. അദ്ദേഹം പോകാതെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത് ശരിയല്ലല്ലോ. അല്ല, ഇവിടെ എന്തായി? രാധിക എവിടെ? മുറിയിലുണ്ട്. അവിടെ കിടന്ന് കരച്ചില്ല. കരയുന്നോ? നരേന്ദ്രന്റെ അച്ഛൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? തീരുമാനിച്ചുറപ്പിച്ചു വന്നതുപോലെ തന്നെ ഉദ്ദേശിച്ച കാര്യം നടത്തിക്കൊണ്ട നരേന്ദ്രന്റെ അച്ഛൻ പോയത്. രാധിക ഒപ്പിട്ട് കൊടുത്തെന്നാണോ രജനി പറയുന്നത്? അതേച്ചി, അവക്ക് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. രജനി എന്നോട് പറഞ്ഞത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നാണല്ലോ. എന്നിട്ട് പിന്നെ നരേന്ദ്രന്റെ അച്ഛന്റെ മുഖഭാവം കണ്ടപ്പോ ഞാനും ബാലേട്ടനും അങ്ങനെ ധരിച്ചുപോയി. അവളെ വെറുതെ മോഹിപ്പിക്കുകയും ചെയ്തു. ഞാനും രജനിയും കഴിയുന്നത്ര സംസാരിച്ചു, വഴങ്ങിയില്ല. അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ കേട്ടാൽ നമുക്ക് പിന്നൊന്നും പറയാൻ കഴിയില്ല. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഞാനിവിടെ എത്തുമായിരുന്നു. ചേച്ചി വന്ന് സംസാരിച്ചാലും ആ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നാണം കിടാതിരുന്നത് നന്നായി. ഇനി എന്താ രാധികയുടെ നിലപാട്? നരേന്ദ്രനെ വിവരം അറിയിച്ചോ? എന്തിനാ വിവരം അറിയിക്കുന്നത്? അച്ഛനും മകനും തമ്മിലുള്ള ഒരു പ്ലേ ആണിത്. ഇനിയിപ്പോ ഡൽഹിയിൽ നിന്ന് നരേന്ദ്രൻ ഇങ്ങോട്ട് വരുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നരേന്ദ്രൻ വീട്ടിലേക്കായിരിക്കും പോകുന്നു എന്നാണോ? അതെ, അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. എന്നിട്ട് അച്ഛന്റെ താല്പര്യം പോലെ അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറും. സ്വന്തമായി ഒരു തീരുമാനം എടുത്ത് അച്ഛനോട് പറയാനുള്ള ധൈര്യം ഇപ്പോഴും നരേന്ദ്രനില്ല. അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളാ ഇതൊക്കെ. നിയമപരമായി വേർപിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് രാധിക ഇനി ഇവിടെ നിർത്തണമെന്നാ എന്റെ അഭിപ്രായം. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുകയല്ലേ? അപ്പൊ പിന്നെ രാധിക എന്തിനാ ഇവിടുന്ന് പോകുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് അവൾക്ക് വേണ്ടിയാ. ആ സാഹചര്യമൊക്കെ മാറിയില്ലേ? ഇനി എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്?
അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാ എന്തുകൊണ്ടും നല്ലത്. രാധികയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്ക. തീരുമാനം എടുക്കേണ്ടത് രാധികയല്ലേ? അവൾക്കിനി എതിർപ്പൊന്നും ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് അവളും എല്ലാം അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. കഴിയെങ്കിൽ ഇന്ന് തന്നെ അവളെയും കൊണ്ട് ഇവിടുന്ന് പോണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നത് അവൾക്കൊരാശ്വാസമാവും. എനിക്ക് താൻ പോയി രാധികയോട് സംസാരിക്കും. കുറച്ച് കഴിയട്ടെ ബാലേട്ട, അവളൊന്ന് നോർമൽ ആവട്ടെ, എന്നിട്ട് ചോദിക്കാം. രാധിക ചേച്ചി തീരുമാനം എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. നരേന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വരുന്നതുവരെ രാധിക ഇവിടെ തന്നെ കഴിയാനാ തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജന ചേച്ചി എതിർത്തൊന്നും പറഞ്ഞില്ലേ? എതിർത്തൊന്നും സംസാരിച്ചില്ല, അഭിപ്രായം പറഞ്ഞു. തൽക്കാലം വീട്ടിലേക്ക് പോകാമെന്നും നരേന്ദ്രൻ വരുമ്പോ ഇങ്ങോട്ട് വരാമെന്നും രജനി പറയുന്നത്. ബാലചന്ദ്രനും അതേ അഭിപ്രായമാ. ഒരു കണക്കിന് അതാ നല്ലത്. വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള മടികൊണ്ടാ രാധിക പോകാൻ മടിക്കുന്നത്. നാളെ ആയാലും അവരോട് മറുപടി പറഞ്ഞല്ലേ പറ്റൂ. നരേന്ദ്രൻ ചേട്ടൻ വന്ന് സംസാരിച്ച് തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് രാധിക ചേച്ചി പ്രതീക്ഷിക്കുന്നുണ്ടാവും. തീരുമാനത്തിൽ എന്ത് മാറ്റം വരുത്താനാ? അതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. നരേന്ദ്രൻ സാറിന്റെ അറിവോട് കൂടി തന്നെയാ ചേച്ചി കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത്. ഒരു കണക്കിന് അമ്പാട്ട് അച്യുതനാര് പറയുന്നതിലും ന്യായമുണ്ട്. എന്ത് ന്യായം? ഈ ലോകത്ത് കുട്ടികളില്ലാത്തവരൊക്കെ ഡിവോഴ്സ് ചെയ്താണോ ജീവിക്കുന്നത്? ഇത് കടുംപിടുത്തം തന്നെയാ. ചേച്ചി വഴങ്ങിക്കൊടുക്കുമെന്ന് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രാധിക ചേച്ചി വിസമ്മതം പറഞ്ഞ ഈ അമ്പാട്ട് അച്യുതൻ നായർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. നരേന്ദ്രൻ ചേട്ടൻ അതിന് തയ്യാറായില്ലെങ്കിലോ? എന്നുവെച്ചാ വേർപിരിഞ്ഞ് താമസിക്കാൻ തീരുമാനം എടുത്താൽ പിന്നെ രാധിക ചേച്ചിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്വാഭാവികമായിട്ടും ഒടുവിൽ ഡിവോഴ്സ് നടക്കും. നരേന്ദ്രൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീക്കും കുട്ടികളുണ്ടായില്ലെങ്കിൽ എന്തു ചെയ്യും? അതെ, അപ്പോ അമ്പാട്ട് അച്യുതൻ നായർ മോനെ കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കൂ. അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തലപോയിക്കുന്നത്? ഏറിയ ഒരു മാസം. അത് കഴിയുമ്പോൾ അവരെല്ലാം ഇവിടെ നിന്ന് അങ്ങ് പോകും. അതോടെ അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവസാനിക്കും. രജനി ആന്റി പറഞ്ഞതുപോലെ ഡിവോഴ്സും നരേന്ദ്രൻ സാറിന്റെ വിവാഹവും നടന്നു കഴിഞ്ഞ് രാധിക ചേച്ചി ജീവനുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കും. സംഭവിക്കാൻ പോകുന്ന അതായിരിക്കും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഡിവോഴ്സും കല്യാണവും പ്രസവമൊക്കെ ഇട്ട് അങ്ങ് കൂട്ടിക്കുഴയ്ക്കുമല്ലേ? ദേ കണ്ടോ, കാര്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ സേതുവേട്ടന്റെ സ്വഭാവം മാറി. അമ്മയെ വേണം പറയാൻ. വിവരങ്ങൾ ചോദിച്ചോണ്ട് വന്നപ്പോ വിസ്തരിച്ചെല്ലാം പറഞ്ഞു കൊടുത്തില്ലേ? അനുഭവിച്ചോ? അമ്മേ, കഴിക്കാൻ എടുത്ത് വെക്ക്. നല്ല വിശപ്പ്. ഞാനൊന്ന് മേലെ എഴുതിയിട്ട് വരാം. അമ്മേ, വാരരംഗൾ ഇതുവരെ വിളിച്ചില്ലല്ലോ അമ്മേ. അവിടെ എത്തിയിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? വിളിക്കും. അത്രയും ക്യാഷും കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നല്ലേ? അതിനെന്താ? അമ്മേ, അതൊക്കെ അടിച്ചു മാറ്റാൻ കഴിവുള്ള ആൾക്കാര് ഇപ്പൊ ഇഷ്ടം പോലെയാ. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാവും പണം പോയ കാര്യം അറിയുന്നത്. ദേ, നീ വേണ്ടാത്തതൊന്നും പറയാതെ. ഇവിടുന്ന് പോയ കണക്കിന് വാരരംഗള് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു. അവിടെ എത്തിയോന്ന് അമ്മയൊന്ന് വിളിച്ചു നോക്ക. വാര്യർ സാർ കൊച്ചു കുട്ടിയൊന്നുമല്ല. പണം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാം. എന്റെ കൃഷ്ണ, കാത്തുകൊള്ളണേ. ദേവിക ടീച്ചറെ കാണാൻ പോയ കാര്യം രുക്മിണി അറിഞ്ഞിരിക്കരുതേ. നീയേ ഉള്ളു തുണ. അച്ഛനെന്താ ഇവിടെ നിൽക്കുന്നേ? വല്ലാത്ത ക്ഷീണം. യാത്ര കഴിഞ്ഞ് വന്നല്ലേ മോളെ? യാത്രയോ? അച്ഛനവിടെ പോയതാ? അതെ, യാത്രയെന്ന് പറഞ്ഞതേ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിനെ കുറിച്ചാ. ഇത്രയും താമസിച്ചെന്താ? ഓഡിറ്റിംഗ് നടക്കയില്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ല, രുക്മിണി എവിടെ? എന്തൊക്കെയോ പുറത്തോണ്ട് അവിടെയൊക്കെ നടപ്പുണ്ട്. എന്താ കാര്യം? അതൊന്നും എനിക്കറിയാൻ വയ്യ. ദേഷ്യത്തിലാണോ? ഭയങ്കര ദേഷ്യത്തില. ആ അമ്മാവനെ അമ്മായി അച്ഛൻ കണ്ടായിരുന്നോ? ഇല്ല. അച്ഛനെ കാണാൻ ബാങ്കിലേക്ക് പോകുന്നും പറഞ്ഞ അവരിവിടെ നിന്ന് ഇറങ്ങിയ.
എന്താച്ചാ? അല്ല, ബാങ്കിലെ കാര്യം ഓർത്ത് വിളിച്ചു പോയതാ. ഓഡിറ്റിംഗ് അടക്കല്ലേ. അച്ഛനെന്താ ഒരു വെപ്രാളം പോലെ? നിനക്കെങ്ങനെ തോന്നുന്നതാ? രുക്മിണി ഇന്ന് വയലന്റ് ആവും, അതുറപ്പാ. എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെട്ട് സംസാരിച്ച് രുക്മിണിയെ അടക്കി നിർത്താം. അതേ ഉള്ളൊരു തന്ത്രം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ അങ്ങ് താമസിച്ചാ മതിയായിരുന്നല്ലോ. എവിടത്തെ കാര്യം നീ പറയുന്നേ? രാവിലെ എങ്ങോട്ടാ പോയത്? അവിടുത്തെ കാര്യമാ. നിന്റെ ആങ്ങളെയും ഭാര്യയും ഇങ്ങോട്ട് വന്നെന്ന് കരുതി എനിക്ക് ബാങ്കിലെ കാര്യം നോക്കാതിരിക്കാൻ പറ്റും? അല്ല, നാളെ തൊട്ട് നീ ബാങ്കിലേക്ക് പോ, ഞാൻ ഇവിടെ കുത്തിയിരിക്കാം. എന്താ പറ്റുമോ നിനക്ക്? പറ്റുമോന്ന് താഴേക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ ഉള്ളൊരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നാലും ചേട്ടനും ചേട്ടത്തി ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വരേണ്ടതായിരുന്നു. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ് രുക്മിണി. നീ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ബാങ്കിലെ തിരക്കിലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നോ? നീ അതെന്താ ആലോചിക്കാത്തെ? ബാങ്കിൽ കയറിയിട്ട് നിങ്ങളെ കാണാൻ പറ്റിയില്ലെന്ന് ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. അതിന്റെ ദേഷ്യമുണ്ട് ചേട്ടന്. അത് സാരമില്ല, നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കൊള്ളും. അതെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? എൻഗേജ്മെന്റിന് നമുക്ക് ഒരു ദിവസം മുമ്പേ ഇവിടുന്ന് പോണം. ഒരു ദിവസമല്ല, 2 ദിവസം മുമ്പേ നമുക്ക് പോവാം. കളിയാക്കുവാണോ? അല്ലെന്നേ. സമയത്തിന് വാക്കുമാറരുത്. ഇല്ലെന്നേ. നല്ല ക്ഷീണമുണ്ട്, കുടിക്കാനെങ്കിലും എടുത്തോണ്ട് വരട്ടെ. എടുത്തോ, ഞാനിപ്പോ വരാം. ആറ്റുനോറ്റ് വളർത്തിയ തന്തേം തള്ളേം തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ട് പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തേം തള്ളേം കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.